പക്ഷെ ജേണി മക്കള് ആയിരുന്നത്. പിള്ളേർക്കൊന്നും അറിയില്ല കേട്ടോ. ഞാനിപ്പോൾ ഇടയ്ക്ക് പറയടി, ഞാൻ പണ്ട് ട്രാൻസ്പോർട്ട് ബസ്സിന് കയറി തൃശ്ശൂർ വന്ന് ചതയത് പറയാമല്ലോ, പ്രാരാബ്ദങ്ങൾ പറയാമല്ലോ. വെച്ചാൽ അതൊക്കെ ആ കാലത്ത് ഓക്കെ, ഈ കാലത്ത് അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ വന്ന വഴിയും ഇതായത് മദ്രാസിലേക്ക് ടിക്കറ്റ് ഇല്ലാതെ ഞാൻ നസീറൊക്കെ ആ ഇറങ്ങുന്ന സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ചെന്നൈ വരെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ വരികയും നമ്മളെ ചവിട്ടുന്നു ഇതൊക്കെ സമയത്ത് ഇല്ലാതെ നമ്മൾ പോയിട്ടുണ്ട്, ചെന്നൈക്ക് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആ യാത്രയും ഓർമ്മയുണ്ട്. ഇന്ന് നമ്മൾ ഒരു പക്ഷേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എ സി കോച്ചിൽ നല്ല ലക്ഷറി ആയിട്ടുള്ളൊരു യാത്രയിൽ പോകുമ്പോൾ നമ്മൾ ഓർക്കുന്നത് അന്ന് നമ്പർ 20 മദ്രാസ് മൈലിൽ ചെന്നൈയിലെ ഉമാര ലോഡ്ജിലും താമസിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബാച്ച് കഴിഞ്ഞിട്ട് അത് സ്റ്റോപ്പായത്. കൊച്ചിയിലേക്ക് സ്റ്റുഡിയോ മാറുകയും ചെന്നൈ കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ചെയ്തു. പക്ഷെ അതെ, അന്ന് സിനിമ കഴിയുമ്പോഴെല്ലാം നമ്മൾ ചെന്നൈക്ക് പോകും. അപ്പോൾ രാത്രി ഭക്ഷണമെല്ലാം പാക്ക് ചെയ്തിട്ട് ചെന്നൈക്ക് നമ്പർ 20 മദ്രാസിൽ വരെ പോകുമ്പോൾ അന്ന് കൂടെ യാത്ര ചെയ്യുന്ന പഴയ നടന്മാർ പറയുന്നു, ഒരുപാട് നടന്മാരുടെ ജീവിതം മെച്ചപ്പെടുകയും ഒരുപാട് നടന്മാർ തീരുകയും ചെയ്ത് ഈ ട്രെയിനിലായിരുന്നു എന്ന് പറയും, നമ്പർ 20 മദ്രാസിലായിരുന്നു.